ഇങ്ങനെ ഒരു ഡാൻസ് നിങ്ങൾ ജന്മത്തെ കണ്ടു കാണില്ല. കള്ളും പുകയിലേക്ക് കാണിക്കയായി സമർപ്പിക്കുന്ന ഊരാളി സങ്കല്പത്തിൽ പൂജകളുള്ള ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ. ദുര്യോധന സങ്കല്പത്തിൽ അങ്ങനെയുള്ളൊരു ക്ഷേത്രമാണ് അടൂരിലെ പൂരുവഴി മലനട അപ്പൂപ്പൻ ക്ഷേത്രം. കടപ്ര മലനട ക്ഷേത്രം, മധുമല മലനട ക്ഷേത്രം, പിന്നെ അടവയിലെ ഊരാളി അപ്പൂപ്പൻ കാവ് ക്ഷേത്രം തുടങ്ങി ധാരാളം മലനട ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് കാണാൻ കഴിയും. ഇക്കൊരു നാട്ടിൽ വന്നപ്പോൾ വളരെ യാദൃശ്ചികമായിട്ടാണ് പൂരുവഴി മലനട ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റിയത്. പ്രത്യേകിച്ചിട്ട് ഒരു പ്രതിഷ്ഠയോ അല്ലെങ്കിൽ ശ്രീകോവിലോ ഒന്നുമില്ലാതെ ഊരാളി സങ്കല്പത്തിൽ പൂജകൾ ചെയ്തു വരുന്ന ക്ഷേത്രങ്ങളാണ് മലനട ക്ഷേത്രങ്ങൾ. തൊട്ടടുത്തായിട്ട് പത്തായപ്പുരയിൽ നമുക്ക് ഭഗവാന്റെ സ്വർണ്ണക്കൊടി കാണാം. ഇവിടുത്തെ ഈ ഉത്സവത്തിന് മലക്കുട ഉത്സവം എന്നും പറയപ്പെടുന്നു. ഇവിടുത്തെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാടാണ് കുട സമർപ്പിക്കൽ. മറ്റു മലനട ക്ഷേത്രങ്ങളിലെ ശിവസങ്കല്പത്തിലെ പൂജകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ദുര്യോധന സങ്കല്പത്തിലാണ് പൂജകൾ എന്നുണ്ടെങ്കിൽ കൂടി ഇവിടെയും നിങ്ങൾക്ക് നന്ദികേശന്റെ പ്രതിഷ്ഠകൾ ധാരാളമായി കാണാൻ കഴിയും. വേലന്മാർ എന്നൊരു പ്രത്യേക വിഭാഗക്കാരാണ് ഇവിടുത്തെ ക്ഷേത്ര ഊരാളികൾ. കേരളത്തിലെ മറ്റ് പല ജില്ലകളിലുള്ള കോമര സങ്കല്പങ്ങളുമായിട്ട് നമുക്ക് ഈ വിഭാഗക്കാരെ താരതമ്യം ചെയ്യാം. കാടും മലയും ഒക്കെ ധാരാളമായുള്ള സ്ഥലമായതുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിൽ കൂടുതലായിട്ടും മലയപ്പൂപ്പൻ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായതാണെന്നാണ് പറയപ്പെടുന്നത്. വിവിധ കരക്കാരുടെ കൂറ്റൻ കെട്ടുകാഴ്ചകളാണ് ഇവിടുത്തെ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കൂറ്റൻ തേരികൾക്ക് പുറമെ ഓരോ കുടുംബക്കാരും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓരോരോ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ സമർപ്പിക്കുന്ന ചെറിയ ചെറിയ കാളയുടെ കെട്ടുകാഴ്ചകളും നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് കുറച്ച് ഉത്സവപ്പറമ്പ് വിശേഷങ്ങളിലേക്ക് കടക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഇടിയുടെ കിഡു ഡാൻസാണ്. വെറൈറ്റി സ്റ്റെപ്സ് ആയിരുന്നു കേട്ടോ മച്ചാൻ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ അടുത്തൊരു മെയിൻ അജണ്ട തന്നെ നമ്മൾ ഉത്സവപ്പറമ്പിലെ ഫുഡ് ഐറ്റംസ് ട്രൈ ചെയ്യണമെന്ന്. അത്യാവശ്യം കണ്ട സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കഴിച്ചിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തെ നൊസ്റ്റാൾജി പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ചിന്തിക്കടകളിലൊക്കെ ഇങ്ങനെ കയറി നടന്നു. പണ്ട് ചെറുപ്പത്തിലൊക്കെ നാട്ടിൽ ഉത്സവത്തിന് ചിന്തിക്കട കെട്ടി തുടങ്ങുമ്പോഴേ നമ്മൾ ഫുൾ പിള്ളേർ സെറ്റ് വെയിറ്റിംഗ് ആണ്. ആ വർഷം എന്താണ് പുതിയ ഐറ്റംസ് വന്നിട്ടുള്ളത്, ഈ വർഷം എന്താണ് പുതിയ കളിപ്പാട്ട വാങ്ങാൻ പറ്റുന്നതൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഒരു മെമ്മറി എനിക്ക് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടന്നപ്പോൾ കിട്ടിയിട്ടോ. പിന്നെ ഈ മച്ചാൻ്റെ ഈ ഒരു കുലുക്കി മേക്കിംഗ് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ടെക്നിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചതിൽ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹോട്ട് ചോക്ലേറ്റ് പഞ്ചാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിക്കാൻ മെയിനായിട്ട് ഉണ്ടായിരുന്നത് നമ്മുടെ നൂർലി പേരൻറ് ടീം എന്നായിരുന്നു. പിന്നെ ഈ അമ്മാവൻ ബലൂൺ വെക്കുന്ന ഈ അമ്മാവൻ്റെ ഒരു അമ്മാവൻ ബലൂണും വാങ്ങി നമ്മൾ കുറച്ച് നേരം ഗാനമേളൊക്കെ കണ്ടിട്ട് നേരെ തിരിച്ചു പോകും. ഈ കുട്ടി വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അടുത്ത ഉത്സവത്തിന് നിങ്ങളും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കൂ. ഒരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരിക്കും.